അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ ഒന്ന് ഈ മൂന്നാം ലിംഗം അല്ലെങ്കിൽ തേർഡ് ജെൻഡർ തുടങ്ങിയ പ്രയോഗങ്ങളെക്കുറിച്ച് തന്നെ ആശയക്കുഴപ്പമുള്ള ഒരാളാണ് ഞാൻ. അത് ഒരു പ്രത്യേകതരം സാമൂഹ്യ നിലയെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഒന്നാം ലിംഗം എന്ന് പറയുന്നത് പുരുഷന്മാരെല്ലാവരും കൂടി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ പദവിയും, രണ്ടാം ലിംഗം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുവദിച്ച് കിട്ടിയ ഒരു സാമൂഹ്യ പദവിയും, മൂന്നാം ലിംഗം അതിനേക്കാൾ സാമൂഹ്യപരമായി താഴെ നിൽക്കുന്നവർക്ക് പിന്നെ നമ്മൾ ഔദാര്യത്തോടു കൂടി കൊടുക്കുന്ന ഒരു സാമൂഹ്യ നിലയും ആവുന്ന തരം ഒരു രാഷ്ട്രീയ സൂചന ഈ പദപ്രയോഗങ്ങൾക്കകത്ത് ആകമാനമുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നിലയാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നിലയാണ്. ഒരു ബയോളജിക്കൽ ആയിട്ടുള്ളൊരു അവസ്ഥ അല്ല അത്. അതിന് ആ നിലയ്ക്ക് കാണുമ്പോഴാണ് ഈ പറയുന്ന സംശയങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുക. ഇതിൽ ഈ പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഈ സംശയങ്ങളും ആശങ്കകളും ഒന്നും ഞാനത്ര ഗൗരവമായി കാണുന്നില്ല. കാരണം അത് ദളിതർക്ക് അധികാരം കിട്ടിയാൽ രാജ്യത്തെ മെറിറ്റ് മുഴുവൻ നഷ്ടപ്പെടും എന്ന് പറയുന്ന ആ ആശങ്കയുടെ മറ്റൊരു വേർഷനായിട്ട് മാത്രമേ ഞാൻ ഇതിനെയും കാണുന്നുള്ളൂ. നമ്മൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വളരെ സുരക്ഷിതമായ ഒരിടം എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരിടം, അതായത് കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ഈ കുടുംബത്തിന് നേരെ വരുന്ന ഒരു ത്രെറ്റ് ആയിട്ട്, ഒരു ഭീഷണിയായിട്ട്, ഒരു ത്രെറ്റനിങ് അതറായിട്ട് ഈ കുടുംബത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകളെ കാണാനുള്ള ഒരു പ്രവണത. അതിപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, നമ്മളുടെ ഈ സോക്കോൾഡ് കുടുംബ സംവിധാനത്തിന് പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാവരെയും, എല്ലാതരം മനുഷ്യരെയും, മതങ്ങളും മറ്റു പിന്നെ ഈ വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള എല്ലാ ചട്ടക്കൂടുകളും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. എപ്പോഴും അത്തരം ആശങ്കകൾ നിന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇതാണ്, കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ മനുഷ്യർക്ക് പിന്നെ ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ ഉള്ള ജോലിയിലായാലും പഠനത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും ഒക്കെ തന്നെ സംവരണം നൽകുകയും അവർക്ക് നേരെ നടക്കുന്ന എല്ലാതരം ചൂഷണങ്ങളും അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ കുടുംബങ്ങൾക്ക് എന്താണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മളിൽ നിന്നും വ്യത്യസ്തരായ കുറേ മനുഷ്യർ, അവർക്ക് ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യർ ദൃശ്യരല്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും മോശം സാഹചര്യം നിലനിൽക്കുന്നത് കേരളത്തിലാണ്. തീർച്ചയായും ഞാൻ ഒരു നിമിഷം ശ്രീമതി ഷാഹിന, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഫാദർ പോൾ തേലക്കാട്ട്, ശ്രീമതി ഷാഹിന ചൂണ്ടിക്കാണിച്ച ആ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. താങ്കൾ നേരത്തെ പറഞ്ഞത് ഒരു വശം ഞാൻ അംഗീകരിക്കുന്നു, ഇവർക്ക് പൂർണ്ണ അവകാശങ്ങൾ വേണം, ബുദ്ധിമുട്ടിക്കപ്പെടാൻ പാടില്ല. പക്ഷെ അതുണ്ടാക്കാകുന്ന പ്രത്യാഘാതങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുക എന്നത് സംബന്ധിച്ച് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നടപ്പാകാൻ പോകുന്നില്ല. അവകാശങ്ങൾ കൊടുത്താൽ അവർ മൂന്നാം നിലയാണ്, അവരവിടെ ഉണ്ട്. മൂന്നാം നില എന്ന സംശയങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അവരവിടെ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ അവർക്ക് ആ അവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യാഘാതങ്ങൾ കൂടെ നേരിടാൻ തയ്യാറായിരിക്കണം. ഈ സാമൂഹ്യപരമായിട്ട് ഉണ്ടായിരുന്ന ജാതീയമായിട്ടൊക്കെയുള്ള പല തട്ടുകളിലായി തിരിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സംവിധാനത്തിന് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും. പക്ഷേ അത് ഏറ്റവും താഴെത്തട്ടിൽ ആക്കപ്പെട്ടിരുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതാകെ തകർന്നു പോയിരിക്കുന്നു എന്ന അസൗകര്യം, ആകെ തകർന്ന് അതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ അസൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലൊരു അസൗകര്യം ആൺ പെൺ എന്ന നിലക്ക് സുരക്ഷിതമായി സാമൂഹ്യ സാഹചര്യങ്ങളെ, കുടുംബങ്ങളെയൊക്കെ കൊണ്ടുപോയിരുന്നൊരവസ്ഥയിൽ ഈ മൂന്നാം ലിംഗ പദവി അവർക്ക് നൽകുമ്പോൾ അങ്ങനെ ഒരു അസൗകര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ് എന്ന് കണ്ട് അതിനോടുകൂടെ പൊരുത്തപ്പെട്ട് അതിനനുസരിച്ച് സാമൂഹ്യ സംവിധാനങ്ങളെ ഒരുക്കി മുന്നോട്ട് പോവുക എന്നതല്ലേ സമൂഹം ചെയ്യേണ്ടത്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലും ആ മുന്നോട്ട് പോക്കിനുള്ള ഊർജം നൽകലുമല്ലേ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം, ഇവർക്ക് സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസവും എല്ലാ അവകാശങ്ങളും കൊടുക്കണമെന്ന് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, നിയമം നിർമ്മിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ നിയമിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, ഇവിടെ ഷാഹിന പറഞ്ഞു ഇത് വെറും സാംസ്കാരികമാണ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഒരച്ഛൻ ഒരമ്മ, ഇതൊക്കെ സ്ത്രീ പുരുഷൻ എന്ന ബന്ധത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗമാണ്. അതൊരു സാംസ്കാരികം മാത്രമല്ല, അതിനകത്ത് പല ബയോളജിക്കൽ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ പച്ചയായിട്ട് ചോദിച്ചാരും എന്നോട് വിഷമിക്കാതിരിക്കരുത്. നമ്മുടെ കുടുംബത്തിലുള്ളൊരു കുടുംബത്തെ, ഇവിടെ ഷാഹീന് വേറെ ആരും ആയിക്കോട്ടെ, ഒരു കുട്ടിയെ കൊടുക്കാതെ ഇങ്ങനെ ഒരു ഈ രണ്ട് കൂട്ടരോടങ്ങുന്ന ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് ആളുകളുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുക്കുമോ? അങ്ങനെയുള്ള ഒരു കുട്ടിയെ വളർത്താൻ പറ്റുമോ? അവരച്ഛനും അമ്മയായ എന്തായിരിക്കും അച്ഛനും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവരുടെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം?
ഇതൊക്കെ അപ്പോൾ ഭാര്യ ഭർത്താവ് എന്നുള്ള പദങ്ങൾക്ക് നമ്മുടെ നിയമത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്ന അർത്ഥം? അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സാമൂഹികമായ ഘടനകളെയും സാംസ്കാരികമായ മൂല്യങ്ങളെയും ഒക്കെ എങ്ങനെയാണത് ബാധിക്കാൻ പോകുന്നത് എന്ന ഗൗരവമായ ചിന്ത നമ്മൾ ഈ നിർവചനങ്ങളെക്കുറിച്ച് അടിച്ചു പൊളിക്കുമ്പോൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അവർക്ക് സാമൂഹികമോ സാമ്പത്തികമോ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ കൊടുക്കണ്ട എന്നല്ല. വൈകല്യങ്ങളും ചില പ്രത്യേകത ഉള്ളവർ നമ്മുടെ സമൂഹത്തിൽ പലരുണ്ട്. അവർക്കെല്ലാം ഈ പറയുന്നത് അവകാശമാണ് എന്ന് പറയാത്ത ഒരു സമൂഹം നമ്മുടേതാണ്. അങ്ങനെ എല്ലാം അവകാശമാണ് എന്നൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊരു ഒരു മൈനോറിറ്റിയാണ്, അവർക്ക് എല്ലാ അവകാശങ്ങളും കൊടുക്കണം എന്ന് പറയുന്നതിൽ എന്തോ അപാകതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു വരാം. ശ്രീമതി സൂര്യ, എനിക്കും ഫാദർ പോൾ തേലക്കാട്ടിനും ശ്രീമതി ഷാഹിനയ്ക്കും ഒക്കെ പലതരം ലൈംഗിക നിലകളിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറയുന്ന താങ്കളടക്കമുള്ള ആളുകൾക്ക് പൂർണ്ണമായ അവകാശങ്ങൾ ലഭിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് തന്നെ കരുതുക. പക്ഷേ ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത് പോലെ അങ്ങനെ അവകാശങ്ങൾ ഉണ്ടായാൽ ഏത് വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് പേടിയുണ്ട്. അവർ ദൂരെ മാറി നിന്ന് നോക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള കുട്ടിയെ ദത്തെടുത്ത് നൽകുമോ എന്നതൊക്കെയുള്ള 1000 ചോദ്യങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട്, ഇനിയും നേരിടേണ്ടതായി വരും. അതിനൊക്കെ എന്താകും മറുപടി? ഒരു കുട്ടിയെ ദത്തെടുത്താലും ഇല്ലെങ്കിലും ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. കാരണം മനുഷ്യനായിട്ട് ജനിച്ച ആത്മഹത്യ ചെയ്യാൻ ഞങ്ങൾക്കൊണ്ട് ഇതെല്ലാം പേടിച്ച് ഒളിച്ചോടി പോകാൻ കഴിയില്ല. ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. ഈ നിയമങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കും. പിന്നെ കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം. അതിനുവേണ്ടി ഈ നിയമങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വലിയ അവകാശങ്ങളൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ചെറിയ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം എന്ന് മാത്രമേ ഞങ്ങൾ അവകാശപ്പെട്ടിട്ടുള്ളൂ. സ്വതന്ത്രമായിട്ട് നടക്കുവാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനോ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനോ ഉള്ള എന്തെങ്കിലും ഒരു അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല ഇവർ പറയും പോലെ ഒരു കുടുംബത്തിൽ എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും എല്ലാം. ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കുട്ടിയായിട്ടാണ് ഞാനും വളർന്നത്. നാളെ എനിക്കൊരു കുട്ടി എന്നാണ് ഇപ്പോൾ ഫാദർ പറഞ്ഞത്. അങ്ങനെയാണ്, എനിക്കൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുക. ഇപ്പോൾ കുട്ടിയെ ദത്തെടുത്താലും ഇല്ലെങ്കിലും ഈ സമൂഹത്തിൽ എനിക്ക് ജീവിച്ചേ പറ്റൂ. ഒരു കുട്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാമൂഹികമായ കുടുംബപരമായിട്ടോ എനിക്ക് ജീവിച്ചേ പറ്റൂ. എനിക്ക് സമൂഹത്തിനെ പേടിച്ച് ഒളിച്ചോടാൻ കഴിയില്ല. തീർച്ചയായും ഫാദർ പോൾ തേലക്കാട്ട്, പൂർണ്ണമായ അവകാശങ്ങളുള്ള ഒരാൾ, അയാൾ ഏത് ലിംഗനിലയിൽ നിൽക്കുന്ന ആളുമായിക്കൊള്ളട്ടെ, അയാളും മറ്റൊരാളും കൂടെ ചേർന്ന് ജീവിക്കുന്നു. ഒരു അനാഥനെ ദത്തെടുക്കുന്നു എന്ന് കരുതുക. അനാഥനാണ്, ആ നിലക്ക് അനാഥനാണ്. പക്ഷേ അയാൾക്ക് ഏത് ലിംഗനിലയിൽപ്പെട്ടതായാലും ഒരു കുടുംബം ഉണ്ടാവുകയാണ്. ആ കുടുംബത്തിലെ 2 പേർക്കും സമൂഹത്തിൽ ആൺ പെൺ എന്ന ലിംഗനിലയിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ടെങ്കിൽ അവർ ഒരു അനാഥനെ ദത്തെടുക്കുന്നതിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക? ആ കുട്ടി അതിനകത്ത് ഏത് ലിംഗനിലയിൽ നിൽക്കുന്നതാണെങ്കിലും 2 പേർ ചേർന്ന് ആ കുടുംബത്തിനകത്ത് സമാധാനത്തോടെ ജീവിച്ചു പോവുകയില്ലേ? സ്വന്തം അച്ഛൻ പെൺമക്കളെ പീഡിപ്പിക്കുന്ന, തിരിച്ചും മറിച്ചുമൊക്കെ ലൈംഗിക പീഡനങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിനകത്ത് ഇപ്പറയുന്നതിന് മാത്രം എന്തരക്ഷിതാവസ്ഥയാണ് ഉണ്ടാവുക? ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സഹോദരി പറഞ്ഞത് ഗൗരവമായിട്ട് എടുക്കുന്നയാളാണ്. അവർക്കിവിടെ മഹത്വപൂർണമായി മാന്യമായി ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിവിടെ പറഞ്ഞൊരൊറ്റ കാര്യം, അങ്ങനെ ഒരു വിഭാഗത്തിന് അവർക്ക് ലൈംഗികമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ചില ആശങ്കകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓർക്കുക, ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള ഹിജടകൾ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ എന്നുള്ള നിർവചനങ്ങൾ നിയമപരമായി നൽകുമ്പോൾ അതിലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർക്ക് ജീവിക്കാൻ, മാന്യമായി ജീവിക്കാൻ, പൗരനിടത്ത് എല്ലാ അവകാശങ്ങളോട് ജീവിക്കാൻ അവകാശമുണ്ട്. അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തെറ്റാണ്, കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് ലൈംഗികമായ അവകാശങ്ങളെക്കുറിച്ച് പറയുകയും അവർക്ക് അച്ഛനാകണം, അവർക്ക് അമ്മയാകണം, അവർക്ക് ഭർത്താവാകണം, ഭാര്യയാകണം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇത് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജീവൻ ജോബ് തോമസ്, ഈ 3ാം ലിംഗത്തിൽ പെടുന്ന ആളുകളുടെ അത്തരമൊരു ലിംഗനിലയിലേക്ക് ആളുകൾ ചെല്ലുന്നത് അത് ശാരീരിക ശാസ്ത്രപരമായാണോ അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കപ്പെട്ടുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരുകയാണ്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു നില? നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഈ തേർഡ് ജെൻഡർ അംഗീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അത് കേവലം ഈ ആൾക്കാർ നടത്തുന്ന സമരങ്ങളുടെ ഫലം മാത്രമല്ല, അതൊരു തിരിച്ചറിവിൻ്റെ കൂടിയുണ്ട്. സാമൂഹികമായിട്ടുള്ള തിരിച്ചറിവിൻ്റെ കൂടി ഫലമാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്
സയൻറ്റിഫിക് ആയിട്ടുണ്ടാവുന്ന റിസൾട്ടുകളുടെ ഫലമായിട്ടാണ്, അതായത് തെളിവുകളുടെ ഫലമായിട്ടാണ്. മനുഷ്യർ ആണ് പെണ്ണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വേർതിരിവ് കൊണ്ട് മാത്രമല്ല, ബയോളജിക്കലി തന്നെ ഈ പറയുന്ന കണ്ടിന്യൂറ്റി ലൈംഗികതയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവ് മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൃത്യമായിട്ടുള്ള ധാരണ എത്തുന്നത്. സമൂഹം ഇത്രയും കാലം വിചാരിച്ചിരുന്നതല്ല ശരി, മറിച്ച് കുറച്ചുകൂടെയും യാഥാർത്ഥ്യപൂർണ്ണമായിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് സ്വാഭാവികമായിട്ട് ഓരോ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അച്ഛൻ അമ്മ എന്ന് പറയുന്ന അവസ്ഥയെ ഇപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് കുട്ടിയെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോണർ, നമുക്ക് എന്താ പറയുക, അമ്മയെ വാടകയ്ക്ക് എടുത്തിട്ട് ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിട്ട് 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കുട്ടിയെ കിട്ടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടുകൂടിയാണ് ഈ തരം സാധനം ഉണ്ടാകുന്നത്. അച്ഛൻ എന്ന് പറയുന്നത് ബീജദാതാവ് എന്നുള്ള വാക്കിലേക്ക് ചുരുങ്ങുകയോ അമ്മ എന്ന് പറയുന്നത് അണ്ഡദാതാവ് എന്നുള്ള തരത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിയമങ്ങൾ അതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് മേലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു വിധിയാണിത്. കാരണം നമ്മുടെ സമൂഹം നിലനിർത്തിക്കൊണ്ടു പോരുന്ന ചില സീക്രസികളും ചില നുണകളും വളരെ സ്ട്രോങ് ആയിട്ട് തുറന്നു പറയുന്ന ഒരു വിധി എന്ന തരത്തിൽ ഒരു സാമൂഹിക നീതിയെ സംബന്ധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും വളരെ സന്തോഷം പകരുന്ന ഒരു വിധിയാണിത്. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ജനതയെ, ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ ജനത എന്ന് പറയുന്നത് 90% വളരെ രൂക്ഷമായിട്ടുള്ള സാമൂഹിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. സമൂഹത്തിലെ വേറെ ഏതൊരു വിഭാഗത്തേക്കാൾ കൂടുതൽ തൊഴിലില്ലായ്മയും നരകയാതനകളും അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിധിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മുടെ സമൂഹം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. കാലങ്ങളിലൂടെ വളർന്നു വരുന്ന അറിവുകൾക്കനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന നിയമങ്ങൾക്കും ചിന്താഗതികൾക്കും ഉണ്ടാവേണ്ട പരിഷ്കാരങ്ങൾ അതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാൽവയ്പായിട്ടാണ് നമ്മൾ ഈ വിധിയെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീമതി കെ ഷാഹിന, പക്ഷേ വലിയ തോതിൽ ഒരു ന്യൂനപക്ഷം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന് അവരുടെ അവകാശങ്ങളിലേക്ക് ഉണർന്നെഴുന്നേൽക്കാൻ കഴിഞ്ഞ വിധം അഭിമാനമുണ്ടാക്കി കൊടുക്കുന്ന ഒരു വിധി എന്ന നിലയിൽ നമ്മളതിനെ വലിയ തോതിൽ അംഗീകരിക്കുമ്പോൾ പോലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് ആ രീതിയിൽ തന്നെയുള്ള മറുപടികൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെടില്ലേ? ഇതിപ്പോൾ നിയമപരമായി തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവകാശമുണ്ട്, ഇതൊരു അപൂർവമായ സംഗതിയല്ല എന്നൊക്കെ കോടതി വിധിക്കുമ്പോൾ ശീലം കൊണ്ട് അല്ലെങ്കിൽ വളർത്തു ദോഷം കൊണ്ട് എന്നൊക്കെ അതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന വിധത്തിൽ ഈ പറയുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പെട്ടു പോകുന്ന ആളുകൾ, ഫാദർ പോൾ തേലക്കാട്ടൊക്കെ പറയുന്നത് പോലെ കുടുംബത്തിനപ്പുറത്തേക്ക് തെറിച്ചു പോകുന്ന ആളുകൾക്ക് ഇതിലേക്ക് പോകാനുള്ളൊരു ഒരു ആവശ്യം കൂടുതൽ ഉണ്ടാവുകയും അത് സമൂഹത്തിൻ്റെ നിലതെറ്റിക്കുകയും